ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗെയിം പ്ലേ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 2 ഗൈസ്. നമ്മൾ എപ്പിസോഡ് 1 കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ ഈ കണ്ടിട്ട് പോകാം ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക, എപ്പിസോഡ് 1 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു കേവ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ വീടൊക്കെ വിട്ടിട്ട് വീട് നമ്മൾ പൊളിച്ചെടുത്തിട്ട് വേറെ സ്ഥലത്ത് കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന സ്ഥലം പോയി കണ്ടിട്ട് നമ്മൾ പോകുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും കേവിൽ പോകാം ഗൈസ്. നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് ഗൈസ് ചെസ്റ്റ് ഇല്ല, നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഗൈസ് എവിൻ്റെ നമ്മൾ ചെസ്റ്റിന് അടിച്ചു കൊടുക്കുമ്പോൾ ചെസ്റ്റിന് 3 പലകളും വേണം ഗൈസ്. അപ്പോൾ നമുക്കൊരു 3 പലകൾ എടുത്തുകൊണ്ട് വരാം. അല്ല വേണ്ട ഗൈസ്, നമുക്ക് വില്ലേജറുടെ കയ്യിൽ നിന്ന് ചെസ്റ്റ് എടുത്താലും മതി ഗൈസ്. ഇതേപോലെ ചെസ്റ്റ് ഇരിപ്പുണ്ട്, ഈ ഒരു ചെസ്റ്റ് പൊളിക്കാം ഗൈസ്. ഓക്കെ കിട്ടി. പിന്നെ ഗൈസ് ഇതിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കണം. എന്നാ വെച്ചാൽ എങ്ങാനും നമ്മൾ ചത്തിട്ടുണ്ടെങ്കിൽ പോയി ഗൈസ്, നമ്മുടെ എല്ലാ സാധനങ്ങളും പോയി. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ആവശ്യമുള്ളത് ഇതൊന്ന് ഗൈസ്, ഇങ്ങനെ ആവശ്യമുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെക്കാം. സ്പൈഡറായി എന്തായാലും വെച്ചേക്കാം. ഇതൊക്കെ ശരിക്കും വേണ്ടാത്തതാണ്, പക്ഷേ എന്നാലും ഗൈസ് ബ്രെഡ് വെച്ചേക്കാം. ഇത്ര മതി ഗൈസ്. നമുക്ക് എന്തായാലും ഗൈസ് ഷീൽഡ് ഉണ്ടാക്കിയില്ലല്ലോ ഗൈസ്. ഷീൽഡ് ഉറപ്പായിട്ടും വേണം നമുക്ക്. എന്നാലും ഒരു പ്ലാങ്കും വേണം ഗൈസ്. നമുക്ക് പ്ലാങ്ക് എടുത്തിട്ട് തരാം ഗൈസ്. ഏതെങ്കിലും വില്ലേജറിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്ലാങ്ക് എടുക്കാം. അല്ല ഗൈസ് ഇവിടെ നിന്ന് ഒരു വുഡ് എടുത്താൽ മതി. അവിടെ കുറേ കഷ്ടപ്പെടണ്ട ഗൈസ്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു വുഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഓക്കെ ഗൈസ് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓടിപ്പോയി നമ്മൾ ചെയ്തില്ലല്ലേ. എന്നാലും അയൺ മിസ്സിംഗ് ആണ് ഗൈസ്. ഗൈസ് ഓക്കെ നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം. ഇനി അയൺ ഇതിൻ്റെ അകത്ത് ഇരിക്കട്ടെ. അയൺ എവിടെ ഗൈസ്, അയൺ എവിടെ ഇരിക്കട്ടെ. നമുക്ക് ഷീൽഡ് വെക്കാം ഗൈസ്. ഗൈസ് നമുക്ക് ലെതർ ആർമർ മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ നമുക്ക് മൈനിങ്ങിന് ഇറങ്ങാം ഗൈസ്. നമ്മൾ എവിടെയാണ് ഗൈസ് കേവ് കണ്ടു വെച്ചേക്കണം, അത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ എങ്ങാണ്ടാണ് ഗൈസ്, ഇവിടെയാണ്. ഇവിടെ വെച്ചായിരുന്നു നമ്മൾ ഒരു ഗൈസ്. നമുക്ക് കോളുണ്ടോ ഗൈസ്? നമുക്ക് കോളേ ഇല്ല, പിന്നെ എങ്ങനെയാണ് ഗൈസ്? നമുക്ക് ടോർച്ച് വേണ്ടേ? അപ്പോൾ നമുക്ക് കോളം ഉണ്ടായാലേ ടോർച്ച് ഉണ്ടാവുള്ളൂ. ഗൈസ് നമുക്ക് കോളും ഇല്ല. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം എവിടെയെങ്കിലും കോളുണ്ടോന്ന് ഗൈസ്. എനിക്ക് നല്ല ചെറുതാണ് ഗൈസ്, ചെറുതാണ്. ഇതൊരു കേവല്ലായിരുന്നു ഗൈസ്, അതൊരു ചുമ്മാ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ വെച്ചേക്കണതാണ്. അല്ല ഗൈസ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. കേവില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി ഗൈസ്. അത് കേവാണെന്ന് എനിക്ക് അറിയത്തില്ല. കേവായിരുന്നു, പക്ഷെ അത് കേവല്ല ഗൈസ്. നമുക്ക് ഏതായാലും വീട് പൊളിച്ചിട്ട് നമുക്ക് ഈ വില്ലേജിനോട് വിട പറയാം ഗൈസ്. നമ്മൾ വെറുതെ സമയം കളഞ്ഞു ഗൈസ്. ഓക്കെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വിളിക്കാം. ഗൈസ് ക്രാഫ്റ്റിംഗ് ടേബിൾ വിളിക്കാം. പിന്നെ നമുക്ക് ഗൈസ് കുറച്ച് കോള് വേണം. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കണം ഗൈസ്. ഡയമണ്ട്, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഗൈസ്. ഒരു മിനിറ്റ്, അത് കളയണേക്കാളും നല്ല ഇത് ഇങ്ങനെ എടുക്കണതാണ് ഗൈസ്. സോ ഗൈസ് നമ്മൾ ഫൈനലി നമ്മൾ വീടൊക്കെ പൊളിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് നമ്മളൊരു കാര്യം കാണിച്ചുതരാം. ഇവിടെ 64 ബ്ലോക്ക് ഉണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ അകത്ത് 33. അപ്പോൾ ഗൈസ് നമ്മൾ എത്ര മരം മുറിച്ച് ഗൈസ്, എനിക്ക് പോലും അറിയത്തില്ല. അവിടെ ഒരു മരം നമ്മൾ മുറിച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇനി നമ്മൾ മൊത്തം എക്സ്പ്ലോറിങ് ആയിരിക്കും ഗൈസ്. നമ്മൾ കാണുന്ന എല്ലാം ഗൈസ്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, വഴിക്ക് വെച്ച് ഡയമണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ലക്കാണ് ഗൈസ്.
ഞാൻ എന്താ പറയുക പല വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ചുമ്മാ നടന്നു പോകുമ്പോൾ എന്താ പറയുക ഡയമണ്ട്സൊക്കെ എന്താ പറയുക വെറുതെ ഇങ്ങനെ വെച്ചേക്കുവാണ് ഗൈസ്. എഡിറ്റാണോ എന്ന് അറിയത്തില്ല ഗൈസ്, എഡിറ്റ് ആയിരിക്കും, പക്ഷെ എന്നാലും കിട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. നമ്മുടെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഡയമണ്ടാണ് ഗൈസ്. എല്ലാവരുടെയും മെയിൻ ഗോൾ ഡയമണ്ട് ആയിരിക്കും. പിന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് നെതറിൽ പോകണം ഗൈസ്. അതാണ് നമ്മുടെ കുറച്ച് ടാർഗറ്റ്സ്. നമ്മൾ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല, ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. ഗൈസ് ഒന്നും കാണാനില്ലല്ലോ ഗൈസ്. ഗൈസ് പിന്നെ ഗൈസ് നമുക്ക് നിങ്ങൾക്ക് ഈ ഗെയിമിൻ്റെ പേര് എന്താ പറയുക അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം ഗൈസ്. ഈ ഗെയിം മൈൻക്രാഫ്റ്റ് റിയൽ മൈൻക്രാഫ്റ്റ് പോലെ അല്ലെങ്കിലും പക്ഷെ എന്നാലും മൈൻക്രാഫ്റ്റാണ് ഓൾമോസ്റ്റ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേരാണ് ബ്ലോക്ക് ക്രേസി VIP 3D റോബോ വേൾഡ്, അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് ഗൈസ്. അപ്പോൾ അതാണ് ഈ ഗെയിമിൻ്റെ പേര്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത് ഗൈസ്. പിന്നെ ഇവിടെ പൊസിഷൻസ് ഇങ്ങനെ എഴുതി കണ്ടു ഗൈസ് മേളിൽ. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ ഗൈസ്. ഗൈസ് ഒന്നും കാണില്ല ഗൈസ്. പിന്നെ അവരുണ്ട് ഗൈസ്, അതെന്തോ ഗൈസ് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ തവളയൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇതെന്തോ ഒരു ബയോമാണ്, പക്ഷെ ഇത് തവളൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഈ നടുക്ക് വെള്ളം ഉണ്ടെങ്കിൽ എന്താ ഇവിടെ തവളയൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് എന്താ അറിയാണോ ചില ചിപ്സ് ഗൈസ് ഇതുപോലെ ഇതുണ്ട് ഈ കളറിലുള്ള വെള്ളം ഇരിക്കുന്നതിന്. ഇതെന്താ ഗൈസ് രാത്രി ആവാറായോ? ഇതുണ്ട് ഗൈസ്, ഇതുപോലത്തെ കളറിലായിരിക്കും വെള്ളം ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക ഇത് ഗൈസ് ഇത് മറ്റേ സാധനമല്ലേ, മറ്റേ എന്താ പറയുക ലോട്ടസിൻ്റെ ഒക്കെ സാധനം, ലോട്ടസിൻ്റെ ലീഫ്. നമുക്ക് ഏതൊരെണ്ണം എടുത്തേക്കാം ഗൈസ്, നമുക്ക് നോക്കാം ഗൈസ്. ലില്ലിപ്പാടെന്ന് അതിൻ്റെ പേര്. ഇത് ഇവിടെ ഇഷ്ടം പോലെ ലില്ലിപ്പാടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ എന്താ പറയുക പെട്ടെന്ന് തന്നെ ഒരു ഡെസേർട്ട് ടെമ്പിളിൻ്റെ സീഡ് ഞാൻ ഇതിനകത്ത് സീഡൊക്കെ അടിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ഡെസേർട്ട് ടെമ്പിളിൻ്റെ സീഡൊക്കെ ഞാൻ പറഞ്ഞു തരാം ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഡെസേർട്ട് ടെമ്പിളിൻ്റെ സീഡൊക്കെ ഞാൻ പറഞ്ഞു തരാം ഗൈസ്. ഇത് ഞാൻ ഒരു സീഡും അടിച്ചില്ല ഗൈസ്. അങ്ങനെയാണ് ഞാൻ എന്താ പറയുക സ്പോൺ ആയത് തന്നെ എന്താ വില്ലേജ് കണ്ടുപിടിച്ചത്. അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. പിന്നെ രാത്രി ഞാൻ ചുമ്മാ ഒന്ന് ഗൈസ് ഗൈസ് മഴ പെയ്യാണ് ഗൈസ്. ഇപ്പോൾ മറ്റേ അവന്മാരൊക്കെ ഇറങ്ങുന്ന സമയമാണ് ഗൈസ്. ഗൈസ് വീണ്ടും ഒരു വില്ലേജ്. അത് ഗൈസ് അവിടെ നോക്ക് ഗൈസ്, നമ്മൾ വീണ്ടും ഒരു വില്ലേജ് കണ്ടുപിടിച്ചേക്കുവാണ്. പക്ഷെ അതെനിക്കൊന്ന് അബ്നോണ്ടഡ് ഗൈസ്. എനിക്ക് തോന്നുന്നത് അബ്നോണ്ടഡ് ആണ് ഗൈസ്. അത് അബ്നോണ്ടഡാണ്. അപ്പോൾ ഇതേ ഗൈസ് അവിടെ സോംബി വില്ലേജറൊക്കെ ഉണ്ട് ഗൈസ്. അബ്നോണ്ടഡ് ആണെങ്കിൽ ഉറപ്പായും സോംബി വില്ലേജസ് കാണും ഗൈസ്. ഗൈസ് കൈയൊക്കെ പൊക്കിയിരിക്കണ്ട, അത് സോംബി വില്ലേജർ. ഗൈസ് അവിടെ മാത്രം മഴയുള്ളൂ. ഓ ഗൈസ് ഇവിടെ ഒരു കേവ്. ഗൈസ് നമുക്ക് ഇവിടെ ഒരു കേവ് കാണുന്നുണ്ട്. ഈ കേവിൽ കൂടെ നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. പിന്നെ ഞാൻ ഇവിടെ അയണം കണ്ടായിരുന്നു ഗൈസ്, ഏകദേശം ഈ ഭാഗത്ത് ഞാൻ അയൺ കണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ നിന്ന് കുഴിച്ച് നോക്കാം. ഗൈസ് ഞാൻ അയൺ കണ്ടായിരുന്നില്ലേ ഇവിടെ ആയിട്ട് അയണുണ്ട് ഗൈസ്. ഇനിയുണ്ടോ? ഗൈസ് ഇനിയുണ്ട്, ഇനി താഴോട്ടുണ്ട്. ഗൈസ് നമുക്ക് എത്ര അയൺ കിട്ടി ഗൈസ്? 4 അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. നമുക്ക് ഇവിടെ കോബിസ്റ്റോൺ ഇട്ടേക്കാം, നമുക്ക് ഒരു വഴിയായിട്ട്. കണ്ടിട്ട് ഗുഹയാണെന്നായിട്ട് തോന്നുന്നത് ഗൈസ്. ഗൈസ് ഒരു ഗുഹയാണ്, പക്ഷെ നമുക്ക് ഈ ഗുഹയിൽ കയറണമെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കയറാം ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഈ മൈൻക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടാം ഗൈസ്. പിന്നെ നിങ്ങൾ പറ ഗൈസ്, ഈ ഗുഹയിൽ കൂടെ കയറണോ അതോ എന്താ പറയുക
ഗൈസ് നമുക്ക് അപ്നോണ്ട് വില്ലേജിൽ പോവുകയും ചെയ്യും. പക്ഷെ എന്നാലും ഗുഹയിൽ കയറണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഗൈസ്, അന്ന് ഞാൻ ഉറപ്പായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കാൻ മറക്കല്ലേ ഗൈസ്. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോസും വീണ്ടും വരുമായിരിക്കും ഗൈസ്. സോ ബൈ.